അതിനുള്ള അവകാശം നിനക്കുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. അല്ലാഹു നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അല്ലാഹു നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനോട് അല്ലാഹു പറയുകയാ, ഇതാ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. കള്ളു കുടിക്കാൻ പറ്റൂല, വ്യഭിചരിക്കാൻ പറ്റൂല, പലിശ തിന്നാൻ പറ്റൂല. ഇതിലേ പോകുകയാണെങ്കിൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം, ഞാൻ പറയുന്നത് പോലെ നീ ജീവിക്കണം. ഇങ്ങനെ ജീവിച്ചാ നിനക്ക് സ്വർഗത്തിൽ പോകാം. ഈ കാണുന്ന വഴി എന്തു വേണമെങ്കിലും ചെയ്യാം. ഒരാൾ പോലും നിന്നെ തടയാനില്ല, ഒരാൾ പോലും നിന്നോട് ചോദിക്കാനില്ല. എന്തു വേണമെങ്കിലും നിനക്ക് കാണിക്കാം. പക്ഷേ ഇതെന്റെ അവസാനം നരകമാ. ബുദ്ധിയുള്ളവനല്ലേ, ബുദ്ധിയുള്ളവനല്ലേ, ചിന്തിക്കടാ മനുഷ്യ, തെരഞ്ഞെടുക്കടാ മനുഷ്യ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് ഇതൊക്കെ പറയുമ്പോ, തലയിലെ ഒരു മുടി പോലും വെളിയിലിടല്ലേ എന്ന് പറയുമ്പോ, തലയിൽ ഷാളിടാത്ത പെണ്ണുങ്ങൾ, മാറിടം കാണിക്കുന്നവർ, വയറ് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നവർ, പടച്ചവനെ പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള രീതിയിൽ നടക്കുന്ന മുസ്ലിമേ, എന്തു വേണമെങ്കിലും നിനക്ക് കാണിക്കാം. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് നീ മറക്കരുത്. നീ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. നീ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓർത്തു വെച്ചോ. ഏതായത്തും മറന്നാലും ഈ ആയത്ത് നീ മറക്കരുത്. ഈ ആയത്ത് ഹൃദയത്തിന്റെ അകത്ത് നീ എഴുതി വെച്ചോ. ഇത് നീ പേടിക്കേണ്ട ആയത്താടാ. അല്ലാഹു പറയുകയാ, ആരൊക്കെ പറഞ്ഞിട്ടും മുടിവെട്ടാതെ നടക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവേ, വാപ്പ ഉപദേശിച്ചു, ഉമ്മ ഉപദേശിച്ചു, ഉസ്താദന്മാർ ഉപദേശിച്ചു, എന്നിട്ടും പടച്ചവനെ എനിക്ക് മോഡലാണ്, എനിക്ക് ഫാഷനാണെന്ന് പറഞ്ഞ് മുടി വളർത്തി നടക്കുന്ന ചെറുപ്പക്കാരാ, മുട്ടുമക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താണെന്ന് പഠിച്ചിട്ട് കീറിയ പാൻറ്റും ധരിച്ച് നടക്കുന്ന യുവത്തവേ, തലമറക്കണം, ശരീരം മറക്കണം, ഫർദ ഇടണം, ഹിജാബ് ഇടണം, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഇതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് നടക്കുന്ന പെങ്ങളെ, എന്ത് വേണമെങ്കിലും നീ മറന്നോ. ഖുർആനിലെ ഒരായത്ത് മറക്കരുത്, ഖുർആനിലെ ഒരായത്ത് മറക്കരുത്. ഏതായത്തെന്നറിയോ? അല്ലാഹുവേ, 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയുണ്ടല്ലോ, സ്വഹാബത്തൊരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ, സഹാബത്തൊരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഒരു നാട്ടിലൂടെ പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ കണ്ടപ്പോ സഹാബികൾ ഒരു ചെറുപ്പക്കാരൻ ആ പെണ്ണിനോട് പ്രണയം തോന്നുകയാണ്. അല്ലാഹുവേ, ആര് പറഞ്ഞിട്ടും അവിടെ നിന്ന് കേൾക്കുന്നില്ല. തന്റെ ആഗ്രഹം പോയി പറയുകയാണ്. സുന്ദരിയായ പെണ്ണിന്റെ മുന്നിൽ പോയിട്ട് തന്റെ ആഗ്രഹം അവിടെ നിന്ന് പറയുകയാ, നിന്നെ എനിക്ക് വേണമെന്ന് പറയുമ്പോ പെണ്ണു പറഞ്ഞു, എന്റെ മതത്തിലേക്ക് വന്നാൽ ഞാൻ സമ്മതിക്കാം. അവൾ യഹൂദിയായിരുന്നു. ഇവൻ മതം മാറുകയാണ്, പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി മതം മാറുകയാണ്. അല്ലാഹുവിന്റെ ദീൻ അവിടെന്ന് വലിച്ചെറിയുകയാണ്. ആരൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ അവിടെന്ന് മതം മാറി ആ പെണ്ണിനെ വിവാഹം കഴിച്ചു. എല്ലാവർക്കും വലിയ വിഷമമായി. ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പോയി. പടച്ചവനെ, കൊല്ലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് വന്നിരുന്ന ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ പണ്ട് മതം മാറിയ കൂട്ടുകാരനെ ഓർമ്മ വന്നു. അവനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അവസാനം കണ്ടുപിടിച്ചു, തന്റെ പഴയ കൂട്ടുകാരനെ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് വിശേഷങ്ങൾ ചോദിച്ചു. അവസാനം ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, നീ
ഹാഫിളായിരുന്നല്ലോ, നീ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിൽ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ എല്ലാ സൂറത്തുകളും ഞാൻ മറന്നുപോയി, എല്ലാം ഞാൻ മറന്നുപോയി. ഒരേ ഒരായത്ത് ഓർമ്മയുണ്ട്, ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ, അഹങ്കാരികളെ പോലെ അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പടച്ചറപ്പിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയിട്ട് മതിമറന്ന് ജീവിക്കുന്ന യുവത്വേ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇത് ഭീഷണിയാടാ, ഇതൊരു ഭീഷണിയാടാ. അല്ലാഹു നിന്നോട് പറയുകയാ, അല്ലാഹു നിന്നോട് ഓർമ്മപ്പെടുത്തുകയാ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. ഞാൻ പറയുന്നത് കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണെങ്കിൽ എന്തു തോന്നിവാസവൻ കാണിച്ച് നടന്നോടാ. ഓന്തോടിയാ എവിടെ വരെ ഓടുവടാ? പഴഞ്ചൊല്ല് പറയുവല്ലോ, ഓന്തോടിയാൽ എവിടെ വരെ ഓടും? നീ പോയാ എവിടെ വരെ പോകാനാടാ? നീ പോയാൽ എവിടെ വരെ പോകുമടാ? വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫർദയും ഹിജാബ് വിട്ടുകൊണ്ട് വീഡിയോ എടുത്തിട്ട് ഈ ഉമ്മത്തിനെ കളിയാക്കുന്ന യുവത്വേ, ഇന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. യൂട്യൂബ് എടുത്തു നോക്കിയാൽ, പഠിച്ചവനെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാൽ, തലമറയ്ക്കുന്ന പെങ്ങളോട്, വീഡിയോ പിടിക്കുന്ന പെങ്ങളോട് പറയുന്നു, നീ വീഡിയോ എടുത്താ പോരെ, എന്തിനാ മോളെ തലമറയ്ക്കുന്നത്? എന്തിനാ പെങ്ങളെ ഫർദ ഇടുന്നത്? എന്തിനാ ഈ ഉമ്മത്തിനെ നാണം കെടുത്തുന്നത്? നിനക്ക് കാണിക്കണമെങ്കിൽ കാണിച്ചാ പോരെ. പെങ്ങൾ ഒരു കാര്യം ഓർത്തു, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും, ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും എന്റെ മുന്നിലേക്ക് തന്നെ നീ തിരിച്ചു വരണമെന്ന് മറക്കരുത്. അല്ലാഹു പറയുകയാ. ഇന്ന് കയറി നോക്കിയിട്ടുണ്ടോ? മൊബൈലൊക്കെ കയറി നോക്കാതിരിക്കല നല്ലത്. ഫർദ ഇട്ട പെണ്ണിന്റെ വീഡിയോ കാണാൻ, ഡാൻസ് കാണാൻ, എന്തൊക്കെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പം ചാമ്പലിന്റെ കാലവാ, അല്ലാഹു കാക്കുമാറാകട്ടെ. കുറെ കാലം ചാമ്പലായിരുന്നു, പള്ളിക്കമ്മറ്റിക്കാർ വരെ ചാമ്പോ. ഇപ്പൊ അലച്ചേക്ക്, അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുന്നവന്മാര് മുഴുവനും എല്ലാരും ഇങ്ങനെ നിൽക്കും. പ്രസിഡന്റ് വന്നിട്ട് കാല് പൊക്കി വെച്ചിട്ട് ചാമ്പിക്കും. നാളെ റബ്ബെടുത്തിട്ട് ചാമ്പുന്നത് കാണാം. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, നീ എവിടെ പോയാലും തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും. എങ്ങനൊക്കെ നടന്നാലും അവസാനം എൻ്റെ അടുക്ക് തന്നെ നീ തിരിച്ചു വരും. നടന്നു. അതെന്നെ എനിക്കും പറയാനുള്ളൂ, എന്നോടും നിങ്ങളോടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളോടല്ല. ഞാൻ വഴുതു പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഇവൻ എന്താടാ ഞങ്ങളെ മുഴുവൻ ഇങ്ങനെ പറയണം. ഞാൻ വഴുതു പറയുന്നത് നിങ്ങൾ ആരെയും നന്നാക്കാനല്ല, എനിക്ക് നന്നാകാനാണ്. അള്ളാഹു എന്നെ ഒന്നും നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര് ഒരാമീൻ പറ. ഇത്രയും പേരില്ലേ, ആരുടെയെങ്കിലും ഒരു ആമീൻ അല്ല കേട്ടാ ഞാൻ രക്ഷപ്പെടും. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. ഒന്നുകൂടെ പറ. ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്ന എല്ലാവരും ആമീൻ പറ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. ഇത്രയും പണ്ഡിതന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പാവപ്പെട്ടവൻ വഴുതു പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് പണ്ഡിതന്മാരുള്ള ആലിമീങ്ങളുള്ള നാടല്ലേ. അൽഹംദുലില്ലാ. പാവാട് ഉസ്താദ്, അതുപോലെ തന്നെ പാറന്നൂർ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാർ എല്ലാവരും. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കുമാറാകട്ടെ. എല്ലാവരും നന്നാകണം. ഞാൻ പ്രസംഗിച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഷാള് ഞാൻ കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് ഷാളല്ല, എൻ്റെ കയ്യാ. കഴുകുന്നവൻ്റെ കയ്യ ആദ്യം വെളുക്കുന്നത്, പിന്നെയാണ് വസ്ത്രം വെളുക്കുന്നത്. അതുകൊണ്ട് ആദ്യം എനിക്ക് വെളുക്കണം, നമുക്കെല്ലാവർക്കും വെളുക്കണം. അള്ളാഹു വെളുപ്പിച്ച് തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സഹോദര, എവിടെ പോയാലും തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. നാട്ടുകാർ പറയും ഓന്തോടി എവിടെ വരെ ഓടുന്നു, അതിനൊരു പരിധിയുണ്ട്. തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. ഈ ചിന്ത എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ നന്നാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റ് എടുത്തു, 10:30 കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ ലക്ഷ്യമാണ്, ഒരു വലിയ ക്യാമ്പസാണ് ഇവർ സ്വപ്നം കാണുന്നത്. അൽഹംദുലില്ലാ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. ആരും മോസിന് കൊടുക്കണ്ട. അസ്സദഖത്തു റദ്ദുൽ ബലാ.
സദക്ക വിപത്തിനെ തട്ടിമാറ്റും. ഇതിന്റെ അർത്ഥം അറിയാത്ത ആരുമില്ല. ഈ സദക്ക കൊടുത്താൽ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും അറിയാം, കൊടുക്കില്ല. ഉദാഹരണം ചോദിക്കട്ടെ, ഇന്ന് വഴുത് കഴിഞ്ഞു, 11 മണിക്ക് വീട്ടിൽ പോയി, ഭക്ഷണമെല്ലാം കഴിഞ്ഞു, കിടന്നുറങ്ങാൻ തയ്യാറായി, ബാത്റൂമിന്റെ അകത്തേക്ക് കയറിയപ്പോ കാല് തെറ്റിയിട്ടൊന്ന് താഴെ വീണു, തല പോയി ഭിത്തിയിലടിച്ചു, ബുദ്ധിയില്ല, അനക്കമില്ല. പൊക്കിയെടുത്തുകൊണ്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം. ഇത്തിരി സീരിയസാ. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തും പറയാൻ പറ്റൂ. നാളെ രാവിലെ സുബഹിക്ക് പള്ളിയിലെ ഉസ്താദിൻ്റെ അടുക്കൽ വരുന്നു, കോളേജിൽ വരുന്നു. ഉസ്താദെ, മുത്തല്ലിമീങ്ങളെ വിളിച്ചിരുത്തിയിട്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം, 2000 രൂപ കയ്യില്. ഒരു സദക്ക കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാ, ഉസ്താദേ വാപ്പ വെന്റിലേറ്ററില്ല, ഐസിയുവിലാ, രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അപ്പൊ അറിയാഞ്ഞിട്ടല്ല നിനക്ക്. അതുകൊണ്ടാണോ നബി തങ്ങൾ പറഞ്ഞത്, എന്തിനാ വീഴാൻ കാത്തിരിക്കുന്നേ, വീഴുന്നതിന് മുമ്പേ കൊടുത്താ പോരെ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സദഖത്തുറത്തുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. രോഗങ്ങളെ മാറ്റുമടോ. ക്യാൻസറിനും ട്യൂമറിനും പോലും മരുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അവര് രോഗം വന്നാൽ സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ വിക്കായയുടെ ചെറുപ്പക്കാർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. നിന്റെ കിഡ്നി രണ്ടും പ്രവർത്തിക്കുന്നതാണോ എന്ന് നിനക്കറിയില്ലല്ലോ. എടോ, നിന്റെ അടുത്ത് നിന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ അണുക്കളുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ. മനുഷ്യ, സദക്ക കൊണ്ട് ചികിത്സിക്കടാ. അതൊരു പനിയാക്കി മാറ്റി ചെറുപ്പക്കാരാ. ഉപ്പമാരേ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ കാത്തു നിൽക്കുകയാണ്. ഈ സംഘാടകർ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം നീ അതിനകത്തേക്ക് എടുത്തിട്ടാൽ അല്ലാഹുവിന്റെ മലക്ക് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നീ കൊടുത്തതിൽ പങ്ക് ഇതാ കൊടുത്തിരിക്കുകയാ. നീ മനുഷ്യന് ബറക്കത്ത് നൽകണേ അല്ലാ. ദുആ ചെയ്യുന്നത് ആലിമല്ല, ഹാഫിളല്ല, തങ്ങളല്ല, നബിയല്ല, അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. പോക്കറ്റിന്റെ അകത്ത് പൈസ വെച്ചിട്ട് ഉറക്കം നടിക്കുന്നവനെ, കാണാത്തവനെ പോലെ ഇരിക്കുന്നവനെ, അഭിനയിക്കുന്ന മനുഷ്യ, മലക്ക് പറയുന്നു, അല്ലാ, നീ കൊടുത്ത ദീപനെ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ, നീയും പിടിച്ചു വെക്കണേ അല്ലാ. എന്തിനാ മോനെ ഇങ്ങനെ ഒരു ദുആ നീടുന്നത്? അതുകൊണ്ട് സംഘാടകർ വരികയാണ്. കയ്യിലുള്ളതെടുത്തോ, ഒരു നല്ല സദക്ക കൊടുത്തോ. ഇത് ജാരിയായ സദക്കയാ. ഇത് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഏതെങ്കിലും മോശമായ രോഗങ്ങളുടെ അണുക്കള് ഈ സദക്ക കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഒരു ജലദോഷമാക്കി, ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദക്ക അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കി പൊക്കോ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അൽഹംദുലില്ലാഹ് 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരെണ്ണം കൂടെ ഇൻഷാ അല്ലാഹ്. നാലാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് കൊണ്ടുപോകുന്നവർ ഇത്തിരി സ്പീഡ് കുറയ്ക്കാട്ടോ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരുടെ മുമ്പിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാല്
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് നിസാരമാക്കുന്ന മനുഷ്യ, നിന്നെ അല്ലാഹു എന്താണ് വിളിച്ചതെന്നറിയോ? അല്ലാഹു നിന്നെ വിളിച്ചതെന്താണെന്നറിയോ? ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിന്നെ ഉപമിച്ചത് എന്തിനോടെന്നറിയോ? അല്ലാഹു നിന്നെ ഉപമിക്കുകയാണ്. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ, പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോ, മക്കള് നല്ലതുപോലെ പഠിക്കാതെ വരുമ്പോ നീ പറയും, എന്താടാ നീ കഴുതയെ പോലെയായത്? മക്കള് പഠിക്കാതെ വരുമ്പോ, പറഞ്ഞ അനുസരിക്കാതെ വരുമ്പോ നമ്മൾ ചോദിക്കും, നീ എന്താടാ കഴുതയെ പോലെ നടക്കണേ? നീ എന്താ കഴുതയെ പോലെ നടക്കണെന്ന് ചോദിക്കൂലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ കലാം കേട്ടിട്ട് പരിഗണിക്കാത്തവൻ അവൻ കഴുതയെ പോലെയാ. അള്ളാഹു പറയുകയാ, അവൻ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് കഴുതയിലേക്ക് അവനെ ഉപമിച്ചത്. മസലുഹും കമസലിൽ ഹിമാരി യഹ്മിൽ അസ്ഫറ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ മറ്റൊരു ഭാഗത്ത്. എടാ, ഇങ്ങനെ ഇത്രയും നല്ല കാര്യങ്ങൾ അള്ളാഹുവിന്റെ കലാം നിന്റെ മുന്നിൽ ഓതി കേൾപ്പിച്ചിട്ട് ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറ. ഖുർആൻ ചോദിക്കുകയാ, കഴുതയെ പോലെ ആകരുത് നീ. കഴുതയെ പോലെ നിന്നെ ഉപമിക്കുന്നത് ഒരു ഒന്നും ചിന്തിക്കാത്തവനെ പോലെ. ഇങ്ങനെ കേൾക്കുന്നു, കളയുന്നു, ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് ഉപമിക്കുകയാണ്. ഒന്നാമതായിട്ട് അല്ലാഹു ചോദിക്കുകയാ, നീയാണ് ഏറ്റവും വലിയ അക്രമി. രണ്ടാമത് അല്ലാഹു പറയുകയാ, നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കടന്നു പോകൂല. മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. നാലാമതായിട്ട് അല്ലാഹു പറയുകയാ, മോനെ നിന്നെ കഴുതയിലേക്കാണ് അല്ലാഹു ഉപമിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. എന്റെ പ്രിയപ്പെട്ടവരെ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന പലരും ചോദിക്കുകയാണ്, എന്തേ ഉസ്താദേ എന്റെ കച്ചവടത്തില് ബർക്കത്തില്ലാത്തത്? എന്റെ കച്ചവടത്തില് ബർക്കത്തില്ലല്ലോ, സമാധാനമുള്ള ഒരു ജീവിതമില്ലല്ലോ, ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ കടന്നുറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദേ. എന്റെ കടം മാറുന്നില്ലല്ലോ, എന്റെ രോഗം മാറുന്നില്ലല്ലോ, എന്റെ കണ്ണുനീര് മാറുന്നില്ലല്ലോ, എനിക്ക് മക്കളെ കിട്ടുന്നില്ലല്ലോ, ജീവിതം മടുത്തു ഉസ്താദേ. ഇതെന്തൊരു ജീവിതമാ, ഇതെന്തൊരു ജീവിതമാ, മരിച്ചാ മതിയെന്ന് തോന്നുന്നില്ലേ മനുഷ്യ? അതിന്റെ കാരണമെന്തെന്നറിയുമോ? അതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ അവഗണിക്കുന്നവനെ, നിന്റെ ദുനിയാവ് അല്ലാഹു ഇടുക്കമാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, സമാധാനമില്ല നമ്മളിൽ പലർക്കും. ഈ ഇരിക്കുന്ന 100ൽ ഒരു 95% പേർക്കും സമാധാനമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണമെന്തേ? ബർക്കത്തില്ലടോ ജീവിതത്തിൽ. എത്ര സമ്പാദിച്ചിട്ടും തികയുന്നില്ല. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വയറ് നിറയുന്നില്ല. കെട്ടിയ പെണ്ണ് വീടിനകത്ത് കിടക്കുന്നുണ്ട്, അവളുടെ കൂടെ കടന്നിട്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചു വീട് വെച്ചിട്ടുണ്ട്, എന്തു പ്രയോജനം? സമാധാനമില്ല.
ഉസ്താദ് ഇത് എന്ത് ജീവിതമായി എന്ന് ചോദിക്കുന്നവർ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള വഴികൾ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഖുർആൻ പറയുന്നു സമാധാനം കിട്ടുന്ന വഴികൾ. ഒന്നാമത്തെ വഴി വീടെന്ന് പറഞ്ഞാൽ എന്താ? വീടെന്തിനാ നീ പണിതത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വീടിനെ കുറിച്ച് പറഞ്ഞത് എന്താ? നമ്മൾ വീട് പണിയുന്നുണ്ട്, ലക്ഷങ്ങൾ ചെലവഴിച്ച് വില കൂടിയ ഗ്രാനൈറ്റുകളും മാർബിളുകളും കൊണ്ടുവന്ന് വീട് പണിയുന്നല്ലോ. എന്തിനാ മോനെ? ചിലരുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറിപ്പോയാൽ 5 സ്റ്റാർ ഹോട്ടൽ പോലും തോറ്റുപോകും. അത്രയ്ക്കും മനോഹരം. എവിടെല്ലാം AC വെക്കാൻ പറ്റും അവിടെയൊക്കെ AC. എന്തൊക്കെ രീതിയിൽ അലങ്കരിച്ച് വീട് വെച്ചിരിക്കുന്നത്. സമാധാനം ഉണ്ടോ? ഇല്ല. വീടെന്ന് പറഞ്ഞാൽ എന്താ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകന. ഖുർആൻ പറയുന്നു വീടെന്ന് പറഞ്ഞാൽ സമാധാനം തരുന്ന ഒരിടം. എന്നിട്ട് നിനക്ക് സമാധാനം ഉണ്ടോ? ഇല്ല. സമാധാനം കിട്ടാനുള്ള വഴി 2. കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ. സമാധാനം കിട്ടാനുള്ള 2ാമത്തെ വഴി എന്താ? സമാധാനം കിട്ടാനുള്ള 2ാമത്തെ വഴി എന്താ? പെണ്ണ് കെട്ടിയാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനം ഉണ്ടോ? എന്ന് പെണ്ണ് കെട്ടിയോ അന്നത്തോടു കൂടി പോയി ഉസ്താദേ. എന്ന് ഞാൻ കല്യാണം കഴിച്ചു അന്നത്തോടി താത്താമാര് പറയുന്നത് ഞാൻ എങ്ങനെ നടന്നതാ എൻ്റെ പൊന്നു സിറാജ്. ആ മനുഷ്യൻ വന്ന് എന്നെ കെട്ടിയോ അന്നത്തോടു കൂടി ഉള്ളതെല്ലാം പോയി. കല്യാണം കഴിച്ച സമാധാനം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ജോളിയുടെ നാട് ഇവിടെ അടുത്തല്ലേ? അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ, നന്നാക്കി തരുമാറാകട്ടെ. ഓള് കണ്ടവന്റെ കൂടെ പോയി കടന്നാൽ കേസില്ല, ചോദിക്കാൻ പോയാ നീ അകത്ത്. ഇതാ നിയമം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ, സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കുക. ഞാൻ നോക്കണില്ല, കാരണം സ്റ്റേജിൽ ഇരുന്ന് ആരും വെക്കില്ല. പലരും കൈ വെക്കണില്ല. ഉസ്താദന്മാരുടെ കാര്യം പോട്ടെ, അവരുടെ കാര്യം. പലരും കൈ വെക്കില്ല. എന്തെന്നറിയോ? ഇവള് സ്വർഗത്തിലുണ്ടോ ഉസ്താദേ? ഇവിടെ തന്നെ ഞാൻ സഹിക്കണത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോടില്ല എന്ന് പറയണേ. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. സ്വർഗമൊന്നും അല്ലടോ, കുടുംബ ജീവിതമാണ് ഏറ്റവും വലിയ സ്വർഗം. ഏറ്റവും വലിയ, ഞാൻ ചോദിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്തെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകാനാണ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നാൽ സ്വർഗത്തിനെക്കാളും വലുതെന്തെങ്കിലും ഉണ്ടോ? സ്വർഗത്തിനെക്കാളും നിങ്ങൾ വിലയിരുത്ത്. ഞാനൊരു ചരിത്രം പറയാം. നമ്മുടെ പിതാവായ അബുൽ ബഷർ ആദം നബി അലിഹിസ്സലാം, ആദം നബി അലിഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റിവിട്ടു. ആദം നബിയെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു സ്വർഗത്തിന്റെ അകത്തേക്ക് കടത്തിവിട്ടു. ഖുർആൻ പറയുന്നില്ല ആദം നബി സ്വർഗത്തിലേക്ക് കടന്നുപോയ രംഗം. ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുകയാ. അള്ളാഹുവെ ഇങ്ങനെ കണ്ട് പടച്ചവനെ, മൂന്നാർ വയനാട് ചുരം കയറി ഇറങ്ങാനില്ല, സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആദം നബി. ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടന്ന് ഇങ്ങനെ പോകുമ്പോ അള്ളാഹ് ഒരിക്കൽ ചോദിച്ചു, എന്തേ ആദവേ നിനക്കൊരു സന്തോഷമില്ലാത്ത? ഈ സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാത്ത? എന്താ നിനക്ക് പറ്റിയത്? എന്ത് പറ്റി നിന്റെ മുഖത്തൊരു പ്രയാസം പോലെ? ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്തോ ഒരു കുറവുള്ളതുപോലെ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. അല്ലാ, ആ ചങ്ങാതി പറഞ്ഞു ആലോചിക്കുക. ഇവിടെ സ്വർഗത്തിൽ കൂടെ നടക്കുന്ന ആദം നബി പറയുകയാ ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ലെന്ന്. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞത് ഇപ്പോഴാണ് ജോറായെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാടാ കുടുംബജീവിതം. അതാണ് കുടുംബജീവിതം. അതാ മനസ്സിലാക്കേണ്ടത്. കുടുംബജീവിതത്തിന്റെ വിലയും മഹത്വവും മനസ്സിലാക്കണമെങ്കിൽ ഈ ചരിത്രം പഠിച്ചാൽ മതി. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. 3 മക്കളുടെ മുഖത്ത് നോക്കിയ സമാധാനം കിട്ടും. മക്കളുടെ മുഖത്ത് നോക്കിയ അവന്റെ മുഖം ഓർക്കുമ്പോ തന്നെ സമാധാനം പോവാ. അല്ലാഹു അലം. കുളിയില്ല, നനയില്ല, മുടിയും വെട്ടൂല്ല. അവന്റെ അവസ്ഥ കണ്ട ഏതെങ്കിലും അന്യവന്റെ മോനെ കണ്ടാ മോനെ എന്ന് പറഞ്ഞ് കളിപ്പിക്കും. സ്വന്തം മോനെ കണ്ടാ, കാരണം എന്തേ? അങ്ങനത്തെ കോലവാ നമ്മുടെ മക്കൾക്ക്.
എടോ, നമ്മുടെ വീടിൻ്റെ അകത്ത് കയറിയാൽ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഭാര്യയും ഭർത്താവും ഒരു ബെഡില്, ഒരു കട്ടിലില്, ഒരു പുതപ്പിന്റെ കീഴിൽ ചേർന്ന് കിടക്കുന്നു. എന്നാ ബദർ യുദ്ധം അതിനകത്ത്. ഭാര്യയും ഭർത്താവും കണ്ട അടിയോടടി. ഒരു ഉമ്മാടെ വയറ്റിൽ കിടന്ന മക്കളാ കടന്നിട്ട് കീരിയും പാമ്പിനെ പോലെ തല്ലുന്ന. എടാ, നിങ്ങൾ സഹോദരങ്ങളല്ലേ, എന്തിനാടാ ഇങ്ങനെ തല്ലണേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വീടിന്റെ പ്രശ്നം ഞാൻ പറയാം. എന്തുകൊണ്ടാ? പൈസയ്ക്ക് കുറവില്ല, ആ സുഖത്തിന് കുറവില്ല, എല്ലാം നമുക്കുണ്ട്. പക്ഷെ സമാധാനം നമ്മുടെ വീടിനകത്തില്ല. അതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താ? അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താ? കന്നിമൂല ശരിയാകാത്തത് കൊണ്ടാണോ? വാതിൽ അങ്ങോട്ട് വന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ റൂം ഇന്നതെടുത്ത് വന്നത് കൊണ്ടാണോ? അടുക്കള ഭാഗം ഇവിടെ ആയതുകൊണ്ടാണോ? 2 സെന്റ് ഉള്ളവൻ എന്ത് പോട്ട്, അള്ളാഹു ഈമാൻ നൽകും. ഞാനൊന്നും പറയണില്ല. പണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതിന് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കന്നിമൂല ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അള്ളാഹിന്റെ കഅബാലയത്തിന് പോലും കന്നിമൂലയുണ്ട്. കണക്കുകളില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് മാത്രമായി പോകരുതെന്നാ പറഞ്ഞു. ചിലർക്ക് അത് മാത്രമേ ഉള്ളൂ. വാതിൽ ഇങ്ങോട്ടായതുകൊണ്ടാ ഉസ്താദെ, അങ്ങനെ വന്ന പോലെ പ്രശ്നമുണ്ടോ ഉസ്താദെ? ഇങ്ങനെ ഉസ്താദെ ഇടി, നീ പോയി കിടന്ന് ഇടിച്ചോണ്ടിരി, അതന്നെ നിന്റെ പണി, ഇടിയോടിടി. സത്യത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താ? 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങളിരുന്ന് കരയും. 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങളിരുന്ന് കരയും. ആ കണ്ണുനീര് നിങ്ങൾക്ക് നല്ലതല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങളിരുന്ന് തേങ്ങുമെന്ന ആ തേങ്ങൽ നമുക്ക് നല്ലതല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൂടെ പറഞ്ഞു തരാം. ഇരിക്കുവോ? 5 എണ്ണം പറയത്തില്ല, 1 എണ്ണം പറയത്തുള്ളൂ. പക്ഷെ അത് ഇരിക്കുവോ? 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞു. ഇപ്പം ചവിട്ടിയാലേ 11:15 നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ, ഇരിക്കുവോ? നിങ്ങൾ ഞാൻ പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴും ഈ ആത്മാർത്ഥത കാണിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഫ്രണ്ടിലോട്ട് കയറിയിരുന്നേ. അങ്ങോട്ട് കയറിക്കോ ഉസ്താദന്മാരെ. ഞാനൊന്ന് ഇരുന്നോട്ടെ, ഞാൻ ഇരുന്നോട്ടെപ്പാ. കാല് വേന, വാ ഇങ്ങോട്ട് വാ. ഇനി ഞാൻ തിരുവനന്തപുരം വരെ ഇരിക്കാനുള്ളതാ. വാ കയറിക്കോ, എല്ലാരും കയറിക്കോ. ഞാൻ നിർത്തുകയാ. പുറകിലെ കണ്ടോ ആ റോഡിൽ നിൽക്കണ ചങ്ങാതി, കണ്ണിന്റെ മുന്നിൽ സ്വർഗം കാണിച്ചതെന്നോ അല്ല. നീ കയറി നിൽക്കരുത്. കണ്ണിന്റെ മുന്നിൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരുന്നു. സ്വർഗം കേറിയിരിക്കാൻ വയ്യ, പിന്നെ അവിടുത്തെ സ്വർഗം കിട്ടണത് ആ പുറത്ത് നിൽക്കണ സഹോദരങ്ങളോട് ഒന്നീ സ്വർഗത്തിൽ കയറ്, അല്ലെങ്കിൽ മാറി നിൽക്ക്, വീട്ടിൽ പോ. ഒന്നീ അങ്ങോട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ കയറിയിരിക്കുക. മൈക്ക് സെറ്റുകാരൻ എന്തേപ്പാ ഒന്ന് താഴ്ത്തി വെച്ചതാപ്പാ. മത്തെ സ്വർഗമേടാ മദീനത്ത്. ദുനിയാവിലെ സ്വർഗത്തിൽ കയറിയിരിക്കാത്ത ഈ മനുഷ്യൻ എങ്ങനാ അവിടുത്തെ സ്വർഗം കിട്ടുന്നത്? ഒന്ന് ആലോചിച്ചേ. ആ പുറത്തു നിൽക്കുന്ന സഹോദരങ്ങൾക്ക് കണ്ണിന്റെ മുന്നിൽ സ്വർഗത്തിൽ കയറാൻ വയ്യ. ഇവനാ അള്ളാഹിനോട് മറ്റേ സ്വർഗം ചോദിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒന്നുകിൽ കയറി. വയത് കേട്ടില്ലെങ്കിൽ കേട്ടില്ല. സിറാജിന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അല്ല ഞാൻ പോയില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ വന്നിട്ട് വെളിയിൽ നിന്നാ അല്ല ചോദിക്കും, എന്തുകൊണ്ട് കണ്ണിന്റെ മുന്നിൽ സ്വർഗം കണ്ടിട്ട് കയറിയിരുന്നില്ല? അതിന് നിനക്ക് വേറെ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങൾ ഇരുന്ന് തേങ്ങിയ ബുദ്ധിമുട്ടാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒന്ന് അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി തേങ്ങും. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി തേങ്ങും. പള്ളി തേങ്ങിയ വാവാടുകാരറിയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളിക്ക് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. പള്ളി കരഞ്ഞാൽ ആ നാട്ടുകാരറിയും. രോഗങ്ങൾ പടരുന്നുണ്ടോ, ദാരിദ്ര്യങ്ങൾ വരുന്നുണ്ടോ മനസ്സിലാക്കിക്കൊള്ളണം. പള്ളിയിൽ ആള് കുറഞ്ഞു, നിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ലാതെ വന്നാൽ ആ നാട്ടുകാരറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2 ഖുർആൻ കരയും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കരയും. എപ്പോ നീ ഖുർആൻ വീടിനകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്, തുറന്നിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബാക്കിയുള്ളവർക്ക് സമയമില്ലായിരുന്നു. ഓതിയെന്ന് ഞാൻ ചോദിച്ചോ? ഇല്ല. വീടിന്റെ അകത്ത് കൊണ്ട് ഇങ്ങനെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുന്നു. ഇത് 2085 പോയപ്പോ, ഇത് 90 പോയപ്പോ, ഇത് 92 ഉംറയ്ക്ക് പോയപ്പോ, ഇത് ഹജ്ജിന് പോയപ്പോ. എന്തിനാ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ? എടാ, ആ ചെലന്തി വലയെങ്കിലും ഒന്ന് തുടച്ചു കളയടാ. ഖുർആന്റെ മുകളിൽ കിടക്കണം. TV-യുടെ അടിയിലിട്ടിരിക്കുക, പുസ്തകത്തിന്റെ കൂടെ. പൊടി പോലും. ഞാൻ ഏതൊരു വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദെ വലിയ ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല.
തങ്ങളോട് ചോദിച്ചാൽ പറയും ഒന്ന് ഓതാൻ പറഞ്ഞാൽ തങ്ങൾ പറയും എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ഇവർ പുറകെ നടക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു. അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ. ഖുർആൻ കൊണ്ട് തന്നപ്പോൾ പടച്ചവനെ അതിനകത്തുനിന്ന് ഉറുമ്പ് ഇങ്ങനെ പോവാ. കൊച്ചുറുമ്പുണ്ടല്ലോ, അല്ലാഹുവേ, തുറന്നിട്ട് മാസങ്ങളായി. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടിനകത്തുണ്ട്, തുറക്കുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതുകയോ തുറക്കുകയോ ചെയ്യാതിരുന്നാൽ ഖുർആൻ കരയുവിടോ. അള്ളാന്റെ കലാമ് നിന്റെ വീടിനകത്തിരുന്ന് കരഞ്ഞ ആ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ആ വീട് തീ പിടിച്ചില്ലെങ്കിലല്ലേ കാര്യമുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് കരയുകയാ. ആ കണ്ണുനീരാടാ നിന്റെ കുടുംബത്തിന്റെ സന്തോഷം കെടുത്തി കളഞ്ഞത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഖുർആൻ ഓതും, പക്ഷെ ഖുർആൻ എടുക്കില്ല. നമ്മൾ ഖുർആൻ എടുക്കാറില്ല, നമ്മൾ ഓതാറില്ല. കാണാതെ ഓതുന്നതിനേക്കാളും പ്രതിഫലല്ലേ വാപ്പ കണ്ടോതുന്നതിന്. കണ്ടോതാൻ ഭയങ്കര മടിയാ. കാണാതെ ഓതുന്നെങ്കിൽ നല്ല ഉസ്താദ് അല്ലേ. വെള്ളിയാഴ്ച ഉസ്താദ് കാണാതെയാണ് ഖുത്ബ ഓതുന്നത്, അത് വലിയ ഉസ്താദ്. കണ്ടോതുന്നവൻ എന്താ? എടാ കണ്ടല്ലേ ഓതണ്ടേ, കണ്ടല്ലേ ഓതേണ്ടത്. കാരണം എന്തേ? കണ്ടോതിയ രണ്ട് പ്രതിഫലം. ഒന്ന് ഖുർആൻ നോക്കി ഓതിയതിന്റെ പ്രതിഫലം, രണ്ട് ഖുർആൻ ഓതിയ പ്രതിഫലം. അല്ലെങ്കിലോ ഓതിയ പ്രതിഫലം, ഖുർആൻ നോക്കിയില്ല. ഖുർആനിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടിനകത്തിരുന്ന് ഖുർആൻ കരയുകയാ. എങ്ങനാ വാപ്പ സമാധാനം കിട്ടാ? എങ്ങനാ സന്തോഷം കിട്ടാ? ഒരു സന്തോഷമുള്ള ജീവിതം എങ്ങനെ അല്ലാഹു നിനക്ക് തരും? നീ ഇന്നു വരെ കണ്ടിട്ടുണ്ടോ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ആരെങ്കിലും നിന്റെ വീട്ടിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നത്? 3-4 അവിടെ ഉണ്ടല്ലോ, ഭാര്യയും മക്കളും. ഒരെണ്ണമെങ്കിലും ഇരുന്നിട്ട് ഓതുന്ന നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് പിന്നെ നോക്കാൻ സമയമില്ലല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ പോയിട്ട് മക്കളോട് ഖുർആൻ എടുത്ത് ഓതു എന്ന് പറയാൻ നിനക്ക് അധികാരമില്ല. കാരണം നീ ഓതാറില്ല. പിന്നെങ്ങനാ?